ഇവിടെ ഇപ്പോൾ തിടുക്കത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങിയിരിക്കുന്നത് ചിലരെ രക്ഷിക്കാനാണെന്നൊക്കെയാണ് ഉപശാല വർത്തമാനങ്ങൾ. ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. എന്ന് മാത്രമല്ല, ചില ഫയലുകൾ ED അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ അതിൽ ആക്സസ് ഉണ്ടാവില്ല എന്ന് അന്വേഷണ സംഘത്തിന് തന്നെയും സംശയമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡ്യൂട്ടി കേരളത്തിൽ എന്താണ്? അഭിലാഷ്, ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ പാതി വില തട്ടിപ്പിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഏജൻസികൾ ഒന്ന്, പിന്നെ ഈ അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ, അനന്തുവിന് പണം കൊടുത്തവർ. അനന്തുവിന് പണം കൊടുത്തവർ കേരളത്തിലെ ധാരാളം ട്രസ്റ്റുകളുണ്ട്, ഏജൻസികളുണ്ട്, അത് വിവിധ മതസംഘടനകളുടെ സ്ഥാപനങ്ങളുണ്ട്, പല വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, ട്രസ്റ്റുകളുണ്ട്. ആ ട്രസ്റ്റുകളിൽ പണം കൊടുത്തു. ചിലർ അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. പണം വാങ്ങിയ കൂട്ടത്തിൽ ഉള്ളതാണ് ആനന്ദകുമാർ, ലാലി വിൻസെൻ്റ്. ലാലി വിൻസെന്റിന്റെ കാര്യം പിന്നെ അവർ വക്കീൽ ഫീസായിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു. അത് അവർക്ക് അത്രയും ഫീസില്ല എന്ന് പറയാനും അവരത്ര നല്ല വക്കീലല്ല എന്ന് പറയാനും ഞാൻ ആളല്ല. അവരുടെ ഫീസ് അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ CPMന്റെ ഇടുക്കി ഏരിയയിലേക്കുള്ള ഒരു കമ്മിറ്റി ഓഫീസിന് 2.5 ലക്ഷം രൂപ കൊടുത്തു. അതിൻ്റെ CPMന്റെ ജില്ലാ സെക്രട്ടറി അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ആഗോള മൂലധന ശക്തികളുടെ ഈ അധിനിവേശത്തെ നമ്മൾ കാണണം, മനസ്സിലാക്കണം. അതവർ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്താലും പറയുന്ന വാക്യമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു UDF നേതാവ് 40 ലക്ഷം വാങ്ങി എന്ന് പറയപ്പെടുന്നു. ആരാണെന്ന് എനിക്കറിയില്ല. അവർ വേറെ ഏതോ കോൺഗ്രസിൻ്റെയോ UDFൻ്റെ മറ്റേ നേതാവിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് 2 ഘട്ടങ്ങളായിട്ടാണോ 2 പേരാണോ ഉള്ളത്. അതായത് പറ്റിക്കപ്പെട്ടവർ, അനന്തുവിന് പൈസ കൊടുത്തവർ, അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവർ. അതിൽ പ്രധാനികൾ ആരാണ്? അതിൽ പലർക്കും പല വേർഷൻ പറയാനുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആനന്ദകുമാർ എന്ന വ്യക്തി 2022 മെയ് മാസമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഹൈബി ഈഡൻ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹൈബിയെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറഞ്ഞത്. ആ ഒരു രാഷ്ട്രീയക്കാരനും ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം അനന്തുവിൻ്റെ കൂടെ ചേർന്ന് ഒരു തട്ടിപ്പ് നടത്തി കുഴിയിൽ വീഴാനൊന്നും ആരും ശ്രമിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത്തരം രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം 2024 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ ഇന്ന് അഭിലാഷിന് ഒരു ഡീഡ് അയച്ചു തന്നിരുന്നല്ലോ. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 2024 രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ആനന്ദകുമാർ എന്ന വ്യക്തിയെ കണ്ടു മാത്രമാണ് ട്രസ്റ്റുകാർ ഇതിനോടൊപ്പം യോജിച്ചത്. ആനന്ദകുമാർ ട്രസ്റ്റുകാരെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ മുടക്കിക്കോളൂ. പ്രാഥമികമായി മുടക്കുന്ന പണം 3 ലക്ഷം രൂപ ആനന്ദകുമാറിൻ്റെ ട്രസ്റ്റാണ് മുടക്കിയത്. അദ്ദേഹം എല്ലാവർക്കും ഊർജം കൊടുത്ത് ഈ കോൺഫെഡറേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ആ കോൺഫെഡറേഷനിൽ അദ്ദേഹം ഒരു നോം വയ്ക്കുന്നു. ഇത് നേരെ പോകേണ്ടത് നമ്മുടെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ പ്രൊപ്രൈറ്റർഷിപ്പ് ഉള്ള കമ്പനിയിലേക്കാണ് പണം പോകുന്നത്. എന്നിട്ട് ബാധ്യത ഒന്നും എനിക്കല്ല എന്ന് പറയുന്നു. ഇദ്ദേഹം ആജീവനാന്ത കാലം ഇതിൻ്റെ ആളാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഞാൻ രാജിവെച്ചു എന്ന് പറയുന്നത്. രാജിവെച്ചത് എങ്ങനെയാണ്? വാട്സപ്പിൽ എഴുതിയാണ് അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നത്. ഇയാൾ രാജിവെച്ച് ചെയർമാൻഷിപ്പാണ്. ചെയർമാൻ എന്നൊരു പോസ്റ്റ് അതിനകത്തില്ല. അവിടെ ഉള്ളത് മാനേജിങ് ഡയറക്ടറും അതുപോലെ രക്ഷാധികാരിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ട്രസ്റ്റുകാരെ മുഴുവൻ കുഴപ്പത്തിലാക്കി, വിശ്വാസത്തിലെടുത്ത് പറ്റിച്ച് അവരുടെ പണം ഇന്ന അക്കൗണ്ടിൽ കൊടുക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് 2 കോടി രൂപ വാങ്ങിയിട്ട് അതിന് ഞാൻ റെസിപ്റ്റ് കൊടുത്തെന്ന് പറയുന്നത് അവിടെയാണ് തട്ടിപ്പുള്ളത്. ഇദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. ഇദ്ദേഹമാണ് പ്രതിയാവേണ്ടത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാര്യമായി ചോദ്യം ചെയ്യാത്തതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്.